മാല പൊടിച്ചിട്ട് ഇവിടെ നിൽക്കണ. ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചോണ്ട് പോവാൻ നിനക്ക് മനുഷ്യത്തില്ലേടാ കള്ള. അയ്യോ മാഡം എന്നെ കള്ളാന്നൊന്നും വിളിക്കല്ലേ. പിന്നെ മാല പൊട്ടിച്ചോണ്ട് പോയ എന്നെ പുണ്യാളെന്ന് വിളിക്ക. ഒരു തരത്തില് ഈ താലിമാല രാജുവിനെ കൊണ്ട് കഴുത്തിൽ ഇടിയിച്ചത്. അതാ നീ പൊട്ടിച്ചെടുത്തത്. രാജു പോലീസിനെ വിളിക്ക. അയ്യോ സാറേ പോലീസിനെ ഒന്നും വിളിക്കല്ലേ. ഞാൻ സത്യം പറയാം, ഞാൻ മോഷ്ടിക്കാനൊന്നും വന്നതല്ല. മോഷ്ടിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണോ മാല പിടിച്ച് വേഷം കണ്ടിരിക്കുന്നോ? നീ വെറുതെ നുണ പറയരുത്. രാജു വേഗം പോലീസിനെ വിളിക്ക. അയ്യോ സാറേ മാഡം സത്യമാണ് ഞാനീ പറയുന്നേ. എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിച്ചതാ. ഒരാള് ചെയ്യിപ്പിച്ചതോ? ആര്? സാറേ അയാളെ പേരൊന്നും എനിക്കറിയില്ല. ഈ മാഡത്തിന്റെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു, പിന്നെ കുറച്ച് കാശും തന്നു. ഈ മാഡത്തിന് എപ്പോ കണ്ടാലും മാഡത്തിന്റെ താലിമാല പൊട്ടിച്ചോണ്ട് ഓടണമെന്ന് പറഞ്ഞു. അതാരാ അങ്ങനെ ചെയ്തത് രാജു? അതാ ഞാനും ആലോചിക്കുന്നത്. ആരായിരിക്കും? എടോ ഈ ഫോട്ടോയിലുള്ള ആവുന്നൊക്കെ? അതെ സാറേ, അതെ സാറേ, ഇയാള് തന്നെയാ. നമുക്കോ ഇനി തന്നെ ഈ പരിസരത്ത് കണ്ടാ നോക്കണോ? ഇപ്പൊ രാജുവിന്റെ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായി മാഡം. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടേ? രാജു ഉറപ്പായിട്ടും ഇപ്പൊ ദീപക് വീട്ടിൽ ചെന്നിട്ടുണ്ടാവും. നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കഴുത്തിൽ താലിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. താലി എന്റെ കഴുത്തിൽ കെട്ടണം. അതൊന്നും നടക്കില്ല മാഡം, അതൊന്നും ശരിയാവില്ല. ഉറപ്പാണോ? ആ അതെ. പിടിക്കും. ഇപ്പൊ സമാധാനായല്ലോ? ആ ആയി. എന്നാ വാ പോ.